മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇപ്പോൾ കളിച്ച് കളി കാര്യമായി എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ശൈത്യയും ആദിലയും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ശാരിക വെറുതെ ശൈത്യയോട് കളിക്ക് പറയുന്നുണ്ട്, നിനക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കിട്ടിയതൊന്നും പോരെ, നിനക്ക് പുറത്ത് എന്തോരം പേരുകളാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം. ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പും നീ തുടരുവാണോ? ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ചീത്തയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആദിലേനെയും ശൈത്യനെയും വെറുതെ ശാരിക ചൊറിയുന്നുണ്ട്. ഒരു കളിക്ക് തുടങ്ങിയതാണ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, പിന്നെ സംസാരിച്ച് ലാസ്റ്റ് കളി കാര്യമായി. നീ വക്കീലല്ല എന്ന് ശാരിക ശൈത്യയോട് പറയുന്നു. അവിടെ നിന്നാണ് തുടക്കം. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, വക്കീലല്ലെന്നോ, എന്താണ് അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ഉടനെ ശാരിക പറയുന്നത്, നിന്റെ ലാംഗ്വേജോ നിന്റെ ബോഡി ലാംഗ്വേജോ ഒന്നും അത് പ്രകടമാക്കുന്നില്ല, നീ ഒരു കാര്യത്തിലും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ടാണ് നീ വക്കീലല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, വക്കീലായാൽ എല്ലാത്തിനും പ്രതികരിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ഒച്ചയെടുക്കണമെന്നുണ്ടോ? കേസ് വരും, വാദിക്കും, അതാണ് വക്കീൽ. അതാ നീ ഒരു നോർമൽ അഡ്വക്കേറ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ശാരികയും പറയും. ഉടനെ ശൈത്യയ്ക്ക് അത് ട്രിഗർ ആകും. ശൈത്യ ഉടനെ ആ ഒരു കളിയും ചിരിയൊക്കെ മറന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടും. എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്, ഞാൻ ശൈത്യ എന്ന അഡ്വക്കേറ്റിനെയാണ് പറഞ്ഞത്, അല്ലാതെ അഡ്വക്കേറ്റ്സിനെ എല്ലാമല്ല പറഞ്ഞതെന്ന് ശാരിക പറയും. അപ്പോഴും ശൈത്യ പറയുന്നത്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രൊഫഷനെ കളിയാക്കരുത്. ഇവിടെ ശാരികയുടെ കയ്യിൽ നിന്നും ആ ഒരു സംഭവം പോയി എന്നതാണ് സത്യം. ശാരികയും തമാശയ്ക്ക് ഉദ്ദേശിച്ചതാണ്, പക്ഷേ ശൈത്യ അതിൽ കയറി പിടിക്കുമെന്നോ ട്രിഗർ ആകുമെന്നോ കരുതിയില്ല. കളി കാര്യമായപ്പോൾ എല്ലാവരും ശൈത്യനെയാണ് സപ്പോർട്ട് ചെയ്തത്. ആദിലയാണെങ്കിലും സരികയാണെങ്കിലും ബിൻസി ആണെങ്കിലും ശൈത്യനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പക്ഷേ ഒരാളുടെ പ്രൊഫഷനിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവരും ശാരികയോട് പറഞ്ഞു. പിന്നെ വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെ ശാരിക വീണെടുത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവൾ അഡ്വക്കേറ്റ് ആയിട്ട് എന്തുകൊണ്ട് ആ നിലവാരം കാണിക്കുന്നില്ല, അഡ്വക്കേറ്റിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നില്ല, ഇവളിവിടെ ഉള്ള സമയത്ത് പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയല്ലായിരുന്നോ, ഒരു കാര്യത്തിലും പ്രതികരിക്കില്ല, അതാണ് ഞാൻ ഇവൾ അഡ്വക്കേറ്റ് അല്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശാരിക സ്വന്തം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ശൈത്യ പറയുന്നുണ്ട്, എനിക്ക് ഇടപെടണമെന്ന് തോന്നിയ കാര്യത്തിലല്ല ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അല്ലാതെ പഴം വിഴുങ്ങിയതുപോലെ ഒന്നും ഇരിക്കുമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട്, ചീപ്പ് ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത്, വെറുതെ അല്ല നിങ്ങളെ ഇവിടെയുള്ളവരെ ഡാർക്ക് റൂമിലേക്ക് ഇട്ടതും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയ കണ്ടസ്റ്റന്റുകൾ തമ്മിലാണ് വഴക്ക് നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.